മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പിന്നെ ഞാൻ ഈ പാവം എന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ സെറ്റില് ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. അത് വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. എന്റെ ഭഗവാനെ, പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്. അങ്ങനെ ഇവനാണ് മോശമില്ലല്ലോ. അതിന് അടിയാളന്മാരൊക്കെ നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ. ഈ കണ്ണോണ്ട് ഇയാൾ കണ്ട്, ഈ കാതോണ്ട് ഇയാൾ കേട്ട്. ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്, അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്. ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി കൊണ്ടുവന്നിട്ട് ഇപ്പം എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്ക് ഇഷ്ടമില്ല. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ്, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. എന്ത് തസ്പസ്ത മനസ്സാടാ നിന്റെ? അയ്യോ, തങ്കമായ മനുഷ്യനല്ലേ കുഞ്ഞമ്മേ. സത്യത്തിന്റെ മുഖം പലപ്പോഴും സുന്ദരമായിരിക്കില്ല. എന്നിട്ട് ഈ ഇൻസിഡന്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്തായിട്ടാണ്. എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റമായിട്ടല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരവും തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? പക്ഷെ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത്. എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.